നിങ്ങൾ എത്ര മാതാപിതാക്കൾ ബുക്കുകൾ മേടിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ ഓതർ എഴുതിയ ബുക്കുകൾ മേടിച്ചിട്ട് കുഞ്ഞുങ്ങളെ എങ്ങനെ നന്നായി വളർത്താം എന്നുള്ള ബുക്ക് വായിച്ച് വേറെ ഏതെങ്കിലും പാരൻസ് വളർത്തിയ അതേ ആശയങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുണ്ടോ? അതെന്താ അങ്ങനെ വളർത്താത്തത്? അങ്ങനെ കുറച്ചുകൂടെ സക്സസ് ആയിട്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റില്ലായിരുന്നോ? വല്ല സായിപ്പന്മാരെഴുതിയ ബുക്കുകളോ വല്ല മദാമ്മമാരെഴുതിയ ബുക്കുകളൊക്കെ വായിച്ച് വെച്ചിട്ട് 101 ടിപ്പുകൾ, പാരൻറ്റിങ്ങിന് വേണ്ടി 101 ടിപ്പ്, ഇതൊക്കെ നോക്കി കാണാതെ പഠിച്ചിട്ട് മക്കളെ വളർത്താത്തെന്താ? അങ്ങനെ വളർത്താൻ പറ്റില്ല. കാരണം നിങ്ങളുടെ സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ, നിങ്ങളായിരിക്കുന്ന റിലേഷൻഷിപ്പ്, നിങ്ങളുടെ അറിവ്, നിങ്ങളുടേതായിട്ടുള്ള കൾച്ചർ, നിങ്ങളുടെ മക്കളുമായിട്ട് നിങ്ങൾ അവരെ വളർത്തുമ്പോൾ ഇതെല്ലാം അതിനകത്ത് ബാധകമാകും. ഏതെങ്കിലും നാട്ടിലിരിക്കുന്ന ഏതെങ്കിലും ഒരു സായിപ്പോ മദാമയോ എഴുതിയിരിക്കുന്ന സാധനങ്ങൾ വെച്ച് നമ്മുടെ സാഹചര്യത്തിൽ ആ കുഞ്ഞിനെ വളർത്താൻ പറ്റത്തില്ല. സോ അവിടെ നിങ്ങളുടെ വിവേചന ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആര് പറഞ്ഞത് കേട്ട് വളരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? നിങ്ങൾ പറയുന്നത് കേട്ട് വളരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം, റൈറ്റ്? എൻ്റെ മോൻ ഇങ്ങനെ വളരണം, എൻ്റെ മകൾ ഇങ്ങനെ വളരണമെന്ന് നിങ്ങളുടെ ആഗ്രഹമാണ്. അപ്പുറത്തെ തോമാച്ചേട്ടൻ പറയുന്നത് കേട്ട് വളരണമെന്ന് നിങ്ങൾ ഒരിക്കലും മിണ്ടത്തില്ലല്ലോ. സോ ഇതുപോലെ പൗലോസും തൻ്റെ ആത്മീക മക്കളെ, ആത്മാവിൽ താൻ ജനിപ്പിച്ച മക്കൾ തൻ്റെ ഗൈഡൻസിനകത്ത് വളരണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം പൗലൂസ് എപ്പോഴും തൻ്റെ ആത്മീയ സന്താനങ്ങൾ നല്ല രീതിയിൽ വളരണമെന്നേ ആഗ്രഹിക്കത്തുള്ളൂ. മുരടിച്ചു പോകണമെന്നോ നശിച്ചു പോകണമെന്നോ ആഗ്രഹിക്കത്തില്ല. സോ ചില കാര്യങ്ങൾ പൗലൂസ് അങ്ങനെയല്ല ഇങ്ങനെ എന്ന് പറയുമ്പോൾ പൗലൂസിന് അതിനകത്തൊരു ഉദ്ദേശശുദ്ധിയുണ്ട്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, പക്ഷേ ഞാൻ ഇങ്ങനെ പറയുന്നു എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പൗലൂസിൻ്റെ ലേഖനങ്ങളിലുണ്ട്. നമ്മൾ ആ സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ ഞാനത് എടുത്ത് പറയാം. ബൈബിൾ ഇങ്ങനെ പറയുന്നുണ്ട്, ക്രിസ്തു ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗലൂസിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആത്മീയ മക്കളെക്കുറിച്ച് പൗലൂസിന് നല്ല ഗ്രാഹ്യമുണ്ട്. ഇവർക്ക് എന്ത് കൊടുത്താലാണ് കർത്താവ് പറയുന്ന ദൈവരാജ്യത്തിൻ്റെ കൾച്ചറിൽ ഇവർ രൂപപ്പെട്ട് വരത്തുള്ളൂ എന്ന് പൗലൂസിന് നന്നായിട്ട് അറിയാം. ക്രിസ്തു അല്ലെങ്കിൽ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല. യേശു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. പക്ഷെ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രിസ്തു എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, അത് ദൈവത്തിൻ്റെ ഒരു അനോയിൻറ്റിങ് ആണ്. ഈ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ വാക്ക് വരാനായിട്ടുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഴയ നിയമത്തിനകത്ത് ഏതെങ്കിലും ഒരു വ്യക്തിയെ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് ദൈവം ചൂസ് ചെയ്ത് കഴിയുമ്പോൾ ആ ചൂസ് ചെയ്ത ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് വേണ്ടി ഈ ചൂസ് ചെയ്ത വ്യക്തിയെ അഭിഷേകം ചെയ്യും, അനോയിൻറ്റ് ചെയ്യും. നമുക്ക് പഴയ നിയമത്തിലുള്ള ഒരുപാട് എക്സാമ്പിൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ശമൂവേൽ എന്ന് പറയുന്ന വ്യക്തിയെ ഏലി പുരോഹിതൻ അനോയിൻറ്റ് ചെയ്ത് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നു. ദാവീദ് എന്ന് പറയുന്ന വ്യക്തിയെ, ശൗൽ എന്ന് പറയുന്ന വ്യക്തിയെ രാജാവായിട്ട് ഈ ശമൂവേൽ ആ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് വേർതിരിക്കുന്നു. സോ ഇങ്ങനെ പഴയ നിയമത്തിൽ നോക്കിക്കഴിയണം. അതുപോലെ മോശയുടെ കാലഘട്ടത്തിൽ അഹരോനെ മോശ അഭിഷേകം ചെയ്യുന്നു, ജോഷുവയെ മോശ അഭിഷേകം ചെയ്യുന്നു. സോ ഓരോ ദൗത്യ നിർവഹണത്തിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ അഭിഷേകം മറ്റൊരു അഭിഷേകമുള്ളൊരു വ്യക്തി ആ വ്യക്തിയിലേക്ക് പകരപ്പെടുന്നതിനെയാണ് എന്ത് പറയുന്നത്? അനോയിൻറ്റിങ് അഥവാ അഭിഷേകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഭിഷേകം വഹിക്കുന്ന ഒരു വ്യക്തിയെയാണ് അഭിഷിക്തൻ എന്ന് പറയുന്നത്. ക്രൈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിലുള്ളതുപോലെ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ അഭിഷേകത്തെ ഒരാൾ പകർന്നു കൊടുത്തു കഴിഞ്ഞിട്ട് ആ അഭിഷേകത്തെ വഹിക്കുന്ന വ്യക്തിയെയാണ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ ജീസസ് എന്ന് പറയുന്ന വ്യക്തിയുടെ തലമേൽ കൈവച്ച് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിനും മാനിഫെസ്റ്റേഷനും ഡെമോൺസ്ട്രേഷനും വേണ്ടിയിട്ട് അനോയിൻറ്റ് ചെയ്തപ്പോൾ സ്വർഗത്തിൽ നിന്ന് ആ അനോയിൻറ്റിങ് അവൻ്റെ മേൽ ഇറങ്ങി വന്നു, അധിവസിച്ചു. അങ്ങനെ യേശു എന്ന് പറയുന്ന വ്യക്തിക്കകത്ത് ദൈവത്തിൻ്റെ അനോയിൻറ്റിങ് വന്നതുകൊണ്ട് അവനെ ക്രിസ്തു എന്ന് വിളിച്ചു. അപ്പോൾ ക്രൈസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്തു എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ദൈവത്തിൽ നിന്നുള്ള അനോയിൻറ്റിങ് ലഭിക്കുന്ന വ്യക്തിയെയാണ് ക്രൈസ്റ്റ് എന്ന് അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ യേശു ഒരു അഭിഷിക്തനാണ്. എന്തിനു വേണ്ടി? പിതാവിൻ്റെ ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിൽ
നിറവേറ്റാനായി ദൈവം നൽകിയ അഭിഷേകത്തെ വഹിക്കുന്നവനാണ് ക്രൈസ്റ്റ്. അപ്പോൾ ജീസസിൽ ആ ക്രൈസ്റ്റ് അഭിഷേകം ഉണ്ടായിരുന്നു. പിന്നത്തേതിൽ ഈ അഭിഷേകത്തെ ജീസസിന് 12 പേരിലേക്ക് പകരണമെന്നുണ്ടെങ്കിൽ ജീസസ് ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയാലേ ഈ അഭിഷേകത്തെ അങ്ങോട്ട് പകരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ നോക്കിയേ, എന്നെ കേൾക്കുന്നതിനകത്ത് ഇപ്പോൾ ഷാൻഡി സിസ്റ്ററുണ്ട്, അവിടെ ബിന്ദു സിസ്റ്ററൊക്കെ ഉണ്ട്. ബിന്ദു എന്ന് പറയുന്ന വ്യക്തിക്കകത്ത് അല്ലെങ്കിൽ ഷാൻഡി എന്ന് പറയുന്ന വ്യക്തിക്കകത്തിരിക്കുന്ന ചില ആട്രിബ്യൂട്ട്സിനെ മറ്റൊരു വ്യക്തിയിലേക്ക് പകരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മകൻ, ഒരു മകൾ ജനിക്കണം. അപ്പോൾ ഷാൻഡി സിസ്റ്ററിന് അല്ലെങ്കിൽ ബിന്ദുവിനൊരു മകനോ മകളോ ജനിക്കുമ്പോൾ നമ്മളിരിക്കുന്ന ജീനിൻ്റെ അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന കുറേ കാര്യങ്ങളുടെ ഒരു ഔട്ട്പോറിങ് ആ ജനിക്കുന്ന വ്യക്തിയിൽ ബൈ ഡീഫോൾട്ടായിട്ട് കണക്റ്റ് ആവും. അപ്പോൾ നമ്മളിൽ നിന്ന് കുറേ കാര്യം അങ്ങോട്ട് പോയി. നമ്മുടെ ഹസ്ബൻഡിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സ്പോസിൽ നിന്നുള്ള കുറേ കാര്യങ്ങളുടെ ആ കുഞ്ഞിലേക്ക് പകരപ്പെടും. സോ നമ്മളിരിക്കുന്ന കാര്യത്തിൻ്റെ കുറേ ഭാഗം ഒരു അനന്തര തലമുറയിലേക്ക് പോകുന്നത് പോലെ ക്രൈസ്റ്റ് എന്ന് പറയുന്ന വ്യക്തിയിലിരിക്കുന്ന ആ അനോയിൻറ്റിങ്ങിനെ മറ്റൊരു വ്യക്തിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ചില പ്രോസസ്സുകളുണ്ട്. ആ പ്രോസസ്സിലൂടെ ജീസസ് കടന്നു പോയതിന് ശേഷമാണ് ആ അഭിഷേകത്തെ 12 ശിഷ്യന്മാരുടെ അടുത്ത് നോക്കിയിട്ട് നൂതിയിട്ട് പറഞ്ഞ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുകയും ആ അഭിഷേകത്തിൻ്റെ പകർച്ച ആ ശിഷ്യന്മാരിലേക്ക് വരുന്നു. അങ്ങനെ യേശുവിൻ്റെ അഭിഷേകത്തെ സ്വീകരിച്ച അനന്യാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പൗലോസിനകത്തേക്ക് ഈ അഭിഷേകത്തെ കൈമാറുന്നത്. അങ്ങനെ ജീസസിലിരുന്ന അഭിഷേകം അപ്പോസ്തലന്മാരിലൂടെ ഇപ്പോൾ ആരിലേക്കും വന്നു? പൗലൂസിലേക്കും വന്നു. അപ്പോൾ പൗലൂസിലിപ്പോൾ ആരിരിക്കുക? ക്രിസ്തു എന്ന ക്രൈസ്റ്റ് എന്ന് പറയുന്ന അനോയിൻറ്റിങ്ങിൻ്റെ പവർ, ആ അഭിഷേകത്തിൻ്റെ ശക്തി, ആ അഭിഷേകത്തിൻ്റെ നിറവ് ഇപ്പോൾ ആരിലിരിക്കുക? പൗലൂസിലിരിക്കുക. പൗലൂസിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന വ്യക്തികൾക്ക് ഇതിപ്പോൾ ഉണ്ടോ? ഇല്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം പൗലൂസ്? ഈ ഇരിക്കുന്ന അനോയിൻറ്റിങ്ങിനെ ഫ്രണ്ടിലിരിക്കുന്ന വ്യക്തികളിലേക്ക് പകർന്നു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾ ആര് പറയുന്ന കേൾക്കണം? പൗലൂസിൻ്റെ ഡിസൈപ്പിൾഷിപ്പിനകത്ത് പൗലൂസ് പറയുന്ന കാര്യങ്ങൾ കേട്ട് നിന്നാലേ ഈ ഔട്ട്പോറിങ് അങ്ങോട്ടുണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ദൈവത്തിൻ്റെ പ്രത്യേക ഒരു ടാസ്കിന് വേണ്ടിയിട്ട് ലഭിച്ചിരിക്കുന്ന അഭിഷേകത്തെയാണ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൗലൂസ് ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്രൈസ്റ്റ് ആരാ? പൗലൂസാണ്. നമ്മളിപ്പോൾ ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്രൈസ്റ്റ് ആരാ? നമ്മുടെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഈ അഭിഷേകത്തെയാണ് കർത്താവ് ഇങ്ങനെ കൈമാറ്റം ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ ക്രൈസ്റ്റിൻ്റെ അഭിഷേകം ഉള്ളിൽ ഉണ്ട് എന്ന് 101% ഉറപ്പുള്ള ഒരു വ്യക്തിക്ക് പറയാൻ പറ്റും. ഞാൻ പറയുന്ന കേക്ക് ഇതകത്തില്ലാത്ത വ്യക്തിക്ക് അത് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം നിങ്ങളുടെ ഉള്ളിലെല്ലാം ഈ ക്രൈസ്റ്റ് അഭിഷേകമുണ്ട് എന്ന് നിങ്ങൾക്കുറപ്പ് കിട്ടുമ്പോൾ മാത്രമേ അകത്തിരിക്കുന്ന ക്രൈസ്റ്റ് അഭിഷേകത്തിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ, പ്രവർത്തിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ആ അഭിഷേകം നിങ്ങളെ പ്രവർത്തിക്കാൻ കേപ്പബിളാക്കും, സംസാരിക്കാൻ കേപ്പബിളാക്കും. കാരണം അഭിഷേകത്തിനകത്ത് അതൊരു പാക്കേജാണ്, എല്ലാം അതിനകത്ത് അന്തർലീനമാണ്. അപ്പോൾ ഈ ക്രൈസ്റ്റ് അഭിഷേകം അകത്തുണ്ടെങ്കിലുള്ള ഒരു മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇല്ലായ്മകളെല്ലാം ഈ അഭിഷേകം കവർ ചെയ്യും. നിങ്ങളുടെ കൊമ്പുകൾ പോലിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ അഭിഷേകം വെട്ടിച്ചെത്തും. അതുകൊണ്ടാണ് പൗലൂസ് ഇത്രയും ആധികാരികതയോടുകൂടെ സംസാരിക്കാനുള്ള കാരണം. അപ്പോൾ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതേ അഭിഷേകം ഇപ്പോൾ ആരിലിരിക്കുക? നിങ്ങളിൽ ഓരോരുത്തരിലും ഇരിക്കുക. ഈ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയും ഈ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മാനുഷികത മാറി ദൈവീകത നിങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം എന്തുണ്ടാകും? റിസൾട്ട് ഉണ്ടാകാൻ തുടങ്ങും. ഇത് മാറ്റിവെച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുമ്പോഴാണ് റിസൾട്ട് ഉണ്ടാകാത്തത്. ഇത് മാറ്റിവെച്ചിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് പലയിടത്തും സ്റ്റക്കായി പോകുന്നത്. ഇതിനകത്ത് നിന്ന് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ കൃപ നിങ്ങളിൽ പ്രതിഫലിപ്പിക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കകത്തും റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ദിവസങ്ങൾ ചിന്തിക്കാൻ പോകുന്നത് ആ ക്രിസ്തു അഭിഷേകത്തിനകത്ത് കണക്റ്റഡ് ആയിരിക്കുന്ന പൗലൂസ് തൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന വ്യക്തികളിൽ ഇതേ കാര്യം ഉയർന്നു വരുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ചില ഉപദേശങ്ങൾ, ചില കൽപ്പനകളാണ് അടുത്ത ദിവസം നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും കൃപ.